ലൈഫിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്താണെന്നറിയോ? നമ്മൾ എന്ത് മണ്ടത്തരം കാണിച്ചാലും, എന്ത് കുരുത്തക്കേട് ഒളിപ്പിച്ചാലും, എന്ത് ആഗ്രഹം പറഞ്ഞാലും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സിബ്ലിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ്. പെൺകുട്ടികൾ മാത്രമായിട്ട് വളർന്നിട്ടുള്ള ഒരു വീട്ടിൽ നിന്നുള്ള എല്ലാ പെൺകുട്ടികളും ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും, എനിക്ക് എൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ദൈവം സഹായിച്ച് എനിക്ക് നല്ലൊരു ഏട്ടനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനും ഏട്ടനും തമ്മിൽ അത്യാവശ്യം നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു ഇൻവിസിബിൾ ബോണ്ട് ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പുള്ളി അത് നടത്തി തരുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏട്ടന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരാളാണ് ഞാനെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നടത്തി തരാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് തന്നെയാട്ടോ. കോവിഡിൻ്റെ സമയത്ത് രാത്രി മുഴുവൻ ഞാൻ ഈ ഫോണും കുത്തി യൂട്യൂബിൽ ഓരോ ഫുഡ് വ്ളോഗ്സും കണ്ട് രാത്രിയാകുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഒടുക്കത്തെ വിശപ്പാണ്. താഴെ പോയി നോക്കിയാൽ മാക്സിമം വല്ല മുട്ടയുണ്ടാവും, അതിനപ്പുറം വേറൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല സ്നാക്സ് ഒക്കെ ആയിരിക്കും. നമുക്കാണെങ്കിൽ ഫുഡ് വ്ളോഗ് മുഴുവൻ കണ്ടിട്ട് ചിക്കനും ബീഫും മീനും ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കാനുള്ള ആഗ്രഹവും. അങ്ങനെ ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ പുലർച്ചെ ഞാൻ ഏട്ടന് മെസ്സേജ് അയക്കും, ഏട്ടാ നാളെ എനിക്ക് ബിരിയാണി വേണം, അല്ലെങ്കിൽ ചില്ലി ചിക്കനും പൊറോട്ടയും വേണം എന്നൊക്കെ. രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഈ വിശപ്പും എൻ്റെ പോയിട്ടുണ്ടാവും, ഈ പറഞ്ഞ കാര്യവും ഞാൻ മറന്നിട്ടുണ്ടാവും. പക്ഷെ ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു പൊതി ടേബിളിൻ്റെ മുകളിൽ ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് ഓർത്ത് വെച്ചിട്ട് ഏട്ടൻ പോയിട്ട് ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ ഞാൻ ആ പറഞ്ഞ സാധനം എന്താണോ അതും വാങ്ങിയിട്ടായിരിക്കും കേട്ടോ വരിക. ചില മനുഷ്യന്മാരുടെയൊക്കെ ലൈഫ് നമുക്കൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണെന്ന് പറയില്ലേ, അതുപോലൊരു ക്യാരക്ടറാണ് കേട്ടോ ഏട്ടൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലിയും ഫിനാൻഷ്യലിയും ഇമോഷണലിയും ഒക്കെ തകർന്നിട്ടും ലൈഫിലെ ഏറ്റവും ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് വീണിട്ടും കൂടെ നിൽക്കുന്നു വിശ്വസിച്ചിരുന്നവരും സ്നേഹിച്ചവരും ഒക്കെ ഏട്ടനെ ഇട്ടിട്ട് പോയിട്ടും പുള്ളി തളർന്നില്ല കേട്ടോ. ഞങ്ങളുടെ ലൈഫിലും ഏറ്റവും മോശം കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങൾക്ക് മോട്ടിവേഷനും ഇൻസ്പിറേഷനും മുന്നോട്ട് ജീവിക്കാനുള്ള കരുത്തും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നത് ഏട്ടൻ തന്നെയായിരുന്നു. ഇനി എന്താണ് എന്ന് ആലോചിച്ചൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ ഞങ്ങൾ രണ്ടുപേരും നിന്ന സമയത്തും ഏട്ടനാണ് പറഞ്ഞത്, ഇതൊക്കെ മറികടക്കും, ഇതിലും വലുത് എന്തൊക്കെയോ നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ടെന്ന്. ആ ഒരു മോട്ടിവേഷൻ തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഇവിടെ വന്ന് നിൽക്കാനുള്ള എൻ്റെ മെയിൻ റീസണും. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറയില്ലേ, അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് കേട്ടോ ഏട്ടൻ. ആവശ്യമില്ലാത്ത സകല വള്ളിയും പിടിക്കും, അതിനൊക്കെ പണിയും വാങ്ങിച്ചു വെക്കുന്ന ഒരു കുരുത്തം കെട്ട സ്വഭാവം കൂടി എൻ്റെ ഏട്ടനുണ്ട് കേട്ടോ. സംഗതി ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും എപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴും എന്തെങ്കിലും ഒരു സങ്കടം വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ടെൻഷൻ ആകുമ്പോഴൊക്കെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു കോളിനപ്പുറത്തുള്ള ഒരാളാണ് കേട്ടോ ഏട്ടൻ. നമ്മൾ തമ്മിൽ സ്ഥിരം വിളിക്കാറോ സംസാരിക്കാറോ ഒന്നുമില്ലെങ്കിലും ഒരു സിബ്ലിംഗ് അല്ലെങ്കിൽ ഒരു ഏട്ടൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ എൻ്റെ ഏട്ടൻ തന്നെയാണ് കേട്ടോ. ലൈഫിൽ തോറ്റുപോയി എന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ, അന്ന് കൈ തന്ന് കൂടെ നിർത്തിയിട്ടുള്ള ഒരാളുണ്ടാവില്ലേ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് കേട്ടോ ഏറ്റവും വലിയ ഭാഗ്യവാനും ഭാഗ്യവതിയും. അപ്പോൾ അവർക്ക് ഇതൊന്ന് അയച്ചു കൊടുത്തോളൂ. അപ്പം ശരി, പിന്നെ കാണാട്ടുവോ.